തീവെട്ടി തച്ചങ്കരി വീണ്ടും. ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരുപക്ഷെ ടോമിൻ ജെ തച്ചങ്കരിയോളം ഉള്ള ഒരാൾ കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ്. കാരണം അദ്ദേഹം അത്രയും കുറ്റകൃത്യങ്ങളാണ് സർവീസിൽ ഉള്ളപ്പോൾ ചെയ്തു കൂട്ടിയത്. നിരവധി തവണ സസ്പെൻഷൻ, ആ സസ്പെൻഷനിൽ നിന്നെല്ലാം വഴുതി മാറാനുള്ള തന്ത്രം, ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും മാറി മാറി സുഖിപ്പിക്കാനുള്ള കഴിവ്, രണ്ട് ഭരണകക്ഷികളെയും കയ്യിലെടുത്ത് അമ്മാനമാടാനുള്ള സാമർഥ്യം, ഇങ്ങനെ ടോമിൻ ജെ തച്ചങ്കരിയെ പോലെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കേരള സേനയിൽ ഇല്ല എന്ന് പറയാം. അദ്ദേഹത്തിന് മുൻപും ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തിന് ശേഷവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തച്ചങ്കരിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വിവാദം, അദ്ദേഹത്തിൻ്റെ സ്വത്ത് കേസുമായി കോട്ടയം വിജിലൻസ് കോടതിയിൽ ഒരു കേസ് നടക്കുകയാണ്. ആ കേസിൽ ഹാജരാകാൻ വേണ്ടി തച്ചങ്കരി വന്നത് ഔദ്യോഗിക മുദ്രയുള്ള കാറാണ്, അതായത് 3 സ്റ്റാർ വെച്ചിട്ടുള്ള കാറാണ്. KL 07 DE 6561 എന്നാണ് ഈ ടൊയോട്ട കാറിൻ്റെ നമ്പർ. ഈ കാറിലാണ് അദ്ദേഹം ഔദ്യോഗിക മുദ്രയുള്ള 3 സ്റ്റാർ വെച്ചുകൊണ്ട് വന്നത്. അതും കോടതിയിലെ വിചാരണയ്ക്കാണെന്ന് ഓർക്കണം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് വേണ്ടിയിട്ടുള്ള വിചാരണയല്ല, പൈസ കട്ടതിൻ്റെ വിചാരണയാണ് എന്നുകൂടി അടിവരയിട്ട് പറയേണ്ടതുണ്ട്. ഇത്തരത്തിൽ തച്ചങ്കരിയുടെ ഈ കള്ളം കണ്ടുപിടിച്ചതോടുകൂടി ആ 3 സ്റ്റാർ അദ്ദേഹം മാറിയിരിക്കുകയാണ്. 3 വർഷമായി തച്ചങ്കരി സർവീസിൽ നിന്ന് വിരമിച്ചിട്ട്. ഈ 3 വർഷവും ഇത്തരത്തിൽ പോലീസിന്റെ ഔദ്യോഗിക ചിഹ്നം ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര നടത്തിയത് എന്നത് കാണാതെ പോകരുത്. കാരണം ഇയാൾക്ക് കൂട്ടുനിൽക്കാൻ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ തയ്യാറാണ്. രണ്ടുപേരുടെയും മാനസപുത്രനാണ്. ഇത്തരത്തിൽ തച്ചങ്കരിയെ ഈ ഒരു ഔദ്യോഗിക സ്റ്റാർ വെച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ ആരാണ് സമ്മതിച്ചത്? അത് ഇവിടുത്തെ ഭരണകൂടം തന്നെയാണ്. അദ്ദേഹത്തിന് കേസ് പുത്തരിയല്ല. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേസിന്റെ സാധ്യത വന്നിരിക്കുകയാണ്. ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി സംസ്ഥാന DGP കോട്ടയം SP-യോട് ഇത് സംബന്ധിച്ച് വിവരം ആരാഞ്ഞിരിക്കുകയാണ്, എന്താണ് സംഭവം എന്നതിനെ സംബന്ധിച്ച്. മാത്രമല്ല, സ്പെഷ്യൽ ബ്രാഞ്ച് ടോമിൻ ജെ തച്ചങ്കരിയുടെ ഈ ഒരു ഔദ്യോഗിക ചിഹ്നം ഉപയോഗിച്ചുകൊണ്ടുള്ള യാത്രയെ അതീവ ഗുരുതരമായ ചട്ടലംഘനമായിട്ടാണ് കണ്ടിട്ടുള്ളത്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടും അത്തരത്തിലാണ്. അങ്ങനെ തച്ചങ്കരി ഈ ഒരു പോലീസിന്റെ ഔദ്യോഗിക മുദ്ര ദുരുപയോഗം ചെയ്തു എന്ന് മാത്രമല്ല, മറ്റൊരു കുറ്റകൃത്യം കൂടി ചെയ്തിട്ടുണ്ട്. അതായത് IPS ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന അതേ ഫോൺ നമ്പർ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതായത് അദ്ദേഹം 3 വർഷത്തിന് മുൻപ് സർവീസിലിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന അതേ നമ്പർ തന്നെയാണ് അയാൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. BSNLന്റെ നമ്പറാണ്, 999 അവസാനിക്കുന്ന ഈ നമ്പറാണ് അയാൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് BSNL ഉപയോഗിക്കുന്ന ഒരാൾ, ഒരു ഉപഭോക്താവിന് മറ്റൊരു ഏതെങ്കിലും ഒരു സേവന ദാതാവിലേക്ക് മാറാം, അങ്ങനെ പോർട്ട് ചെയ്ത് മാറാം. അത്തരത്തിൽ തച്ചങ്കരി ഈ ഫോൺ നമ്പരും പോർട്ട് ചെയ്ത് മാറിയത് ആണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഇയാൾ പറയുന്നത് ഈ 3 സ്റ്റാർ വെച്ചിട്ടുള്ളത് ഞാനല്ല, എൻ്റെ ഡ്രൈവറാണ് എന്നുള്ള നിലയിലാണ് തച്ചങ്കരി എത്തിച്ചിരിക്കുന്നത്. ഈ പാവപ്പെട്ട ഡ്രൈവറിന്റെ തലയിലാണ് ഔദ്യോഗിക കൃത്യ നിർവഹണത്തിൽ വന്നിട്ടുള്ള വീഴ്ച തച്ചങ്കരി കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത്. അത്തരത്തിൽ ഈ ഡ്രൈവറെ ബലിയടാക്കിക്കൊണ്ട് തച്ചങ്കരി ഈ കേസിൽ നിന്ന് കൃത്യമായി ഊരിപ്പോകും എന്ന് നമുക്കറിയാം. ഇനി ഡ്രൈവറെ അല്ല പ്രതിയാക്കുന്നത്, തച്ചങ്കരിയെ തന്നെയാണ് പ്രതിയാക്കുന്നത് എന്ന് കരുതുക. അയാൾക്ക് അസാമാന്യമായ പാഠവുമുണ്ട് ഇത്തരം കേസിൽ നിന്ന് ഊരാൻ വേണ്ടി. ഇനി ഇയാൾ എന്തിനാണ് കോട്ടയം വിജിലൻസ് കോടതിയിൽ വന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. 2003 മുതൽ ഇയാൾ സമ്പാദിച്ചു കൂട്ടിയ സ്വത്തിനെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷിച്ചു. ഞെട്ടിപ്പോയി. 1-2% വർധന, 100 വർധന, 138% വർധനയാണ് ഇയാൾക്ക് 2003 മുതൽ 2007 വരെയുള്ള കാലഘട്ടത്തിൽ ഇയാളുടെ സ്വത്തിനുണ്ടായ വർധന. ഇതെങ്ങനെയാണ് ഇയാൾ ഈ സ്വത്ത് സമ്പാദിച്ചത്? പലരെയും വിരട്ടി പൈസ മേടിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പല കേസുകളും ഒത്തുതീർപ്പിലൂടെ ഇയാൾ പൈസ മേടിച്ചിട്ടുണ്ടാകാം. കോടിക്കണക്കിന് രൂപയാണ് സമ്പാദിച്ചത്. ഇയാൾക്ക് കൂട്ടുനിൽക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും റെഡിയാണ്. അവർ രണ്ടുപേരും ഇയാളെ സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്തരം ഒരു ഷേഡി ക്യാരക്ടർ
ഈ 3 വർഷം വിരമിച്ചതിന് ശേഷവും ഈ 3 സ്റ്റാർ വെച്ചുകൊണ്ട് കേരളത്തിൽ തലങ്ങും വിലങ്ങും പോലീസുകാരുടെ മുന്നിൽ കൂടി ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ കൂടി ഇങ്ങനെ നടക്കണമെങ്കിൽ ഇയാൾക്ക് ഭരണകൂടത്തിൽ നിന്നുള്ള സപ്പോർട്ട് തീർച്ചയായും ഉണ്ട്. ഇല്ലെങ്കിൽ ഇയാളെ എന്നെ തട്ടി അകത്തിടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അയാളെ അങ്ങനെ തട്ടി ഇടാൻ ഇവർക്ക് താല്പര്യമില്ല, ഇടതുപക്ഷത്തിനും താല്പര്യമില്ല, UDF-നും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ ഇത്തരത്തിൽ നിയമം കയ്യിലെടുത്തുകൊണ്ട്, നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ തച്ചങ്കരി എന്ന് പറയുന്നയാൾ അഴിഞ്ഞാടുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.